നാമനിർദ്ദേശ പത്രികാ സമർപ്പണം സജീവമായതോടെ ചുവരെഴുത്തും പോസ്റ്ററുകളുമായി കളം പിടിച്ച മുന്നണികളും സ്ഥാനാർത്ഥികളും. ചവറയിൽ വിവിധ പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി. സ്ഥാനാർത്ഥികളെ ഇനി നിശ്ചയിക്കാനുള്ള ഇടങ്ങളിൽ അവസാനവട്ട ചർച്ചകളിലാണ് മുന്നണികൾ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിക്കാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമാക്കി സ്ഥാനാർത്ഥികളും മുന്നണികളും. വിവിധയിടങ്ങളിൽ ചുവരെഴുത്തുകളും പോസ്റ്ററുകളുമായി സ്ഥാനാർത്ഥികളും മുന്നണികളും കളം പിടിച്ചു തുടങ്ങി. ചവറയുടെ വിവിധ കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചൂടേറി. ഗ്രാമപഞ്ചായത്തിലെ പുതിയ വാർഡുകൾ ഒഴികെ 95 വാർഡുകളിലും CPM-ഉം CPI-യും തമ്മിൽ ധാരണയിലെത്തി. 35 സീറ്റിൽ CPI-യും 60 സീറ്റിൽ CPM-ഉം മത്സരിക്കും. പുതുതായി അനുവദിച്ച 5 വാർഡുകളിൽ ഘടകകക്ഷികളെ കൂടി പരിഗണിക്കും. ബ്ലോക്ക് പഞ്ചായത്തിൽ CPM 8 ഡിവിഷനുകളിലും CPI 5 ഡിവിഷനുകളിലും മത്സരിക്കുന്നു. ചവറ ഗ്രാമപഞ്ചായത്തിൽ RSP 32 വാർഡുകളിലാണ് മത്സരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിലെ 3 ഡിവിഷനുകളിലും ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും RSP മത്സരിക്കുന്നുണ്ട്. ചവറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് I ജയലക്ഷ്മി ജില്ലാ പഞ്ചായത്ത് ചവറ ഡിവിഷനിൽ ജനവിധി തേടുന്നു. മുകുന്ദപുരം ഡിവിഷനിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം വീണ്ടും ജനവിധി തേടും. കഴിഞ്ഞ തവണ പഞ്ചായത്തിലെ 30 വാർഡുകളിൽ മത്സരിച്ച RSP 19 സീറ്റുകളിൽ വിജയിച്ചിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ച 3 സീറ്റിൽ 2 വിജയം വരിച്ചു. ജില്ലാ പഞ്ചായത്തിലെ ചവറ ഡിവിഷനിലും RSP ആണ് വിജയിച്ചത്. പുതുതായി വന്ന 5 വാർഡുകളിൽ 2 RSPയിലും 3 കോൺഗ്രസും മത്സരിക്കും. ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകളും സമർപ്പിച്ചു. ശനിയാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ന്യൂസ് ബ്യൂറോ, ചവറ.